വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നാട്ടുകാർ നടത്തുന്ന പ്രതിഷേധം തുടരുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ടാണ് ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി താമരശ്ശേരി ബിഷപ്പ് കർഷക സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ ചേർന്നുണ്ട്. ഗോകുൽ, ശക്തമായ നിലപാട് തന്നെയല്ലേ ആ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? അതെ, രാവിലെ മുതൽ ആരംഭിച്ച പ്രതിഷേധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ ജില്ലാ ഭരണസിരാ കേന്ദ്രത്തിൽ നടത്തിയ 2 ചർച്ചകളും പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമരം കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാരുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവര് കക്കയത്തുള്ള ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുകയാണ്. നേരത്തെ മുതലേ ആരംഭിച്ച സമരമാണ് ഈ രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 4 മണിക്ക് ശേഷം കൂടുതൽ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കക്കയം ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു മാർച്ച് കൂടി കർഷക സംഘടനകളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ താമരശ്ശേരി ബിഷപ്പിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ആലോചനകൾ, ഈ സമരം ഏത് രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, എന്തു തുടർ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നതിനായി കർഷക സംഘടനാ നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് താമരശ്ശേരി ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച കൂടി ഈ പ്രതിഷേധത്തിന് ശേഷം ആ ഭാഗത്ത് സംഘടിപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം ഇന്നലെ മരണപ്പെട്ട എബ്രഹാമിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും അന്തിമ ശുശ്രൂഷയൊക്കെ ഇന്ന് നടക്കുമെന്നായിരുന്നു നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ വിഷയം കൂടുതൽ സങ്കീർണമായി. ഈ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യങ്ങളൊന്നും പരിഗണിക്കാനോ അല്ലെങ്കിൽ അത് പരിഹരിക്കാനോ ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചില്ല. ആ സാഹചര്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികളോ പോസ്റ്റ്മോർട്ടം നടപടികളോ ഒന്നും ആരംഭിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. ഇവിടെ രാവിലെ കൂരാച്ചുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾക്കായി. ആ സമയത്ത് ബന്ധുക്കളും ഉണ്ടായിരുന്നു. എന്നാൽ ബന്ധുക്കളുടെ ചില ഡിമാൻഡുകൾ, അതായത് കുടുംബത്തിലൊരാൾക്ക് ജോലി, ഈ കാട്ടുപോത്തിനെ ഉടനടി വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉടനടി പുറപ്പെടുവിപ്പിച്ചില്ലെങ്കിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ഞങ്ങൾ അനുമതി നൽകില്ല എന്നായിരുന്നു ബന്ധുക്കൾ പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 തവണ കളക്ടറേറ്റിൽ ചർച്ച നടത്തി. 2 തവണയും ചർച്ച പരാജയപ്പെട്ടു. ഈ കാട്ടുപോത്തിന് വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് നൽകാൻ തനിക്ക് അനുവാദമില്ല എന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെങ്കിലും അവിടെയും ചർച്ച പരാജയപ്പെടുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും തിരിച്ച് കൂരാച്ചുണ്ട് കക്കയം പ്രദേശത്തേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഇന്ന് ഇൻക്വസ്റ്റ് നടപടികളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ തിരിച്ചുപോയ ആളുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിഷേധം വ്യാപിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. വരും ദിവസങ്ങളിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുള്ളൂ. കാരണം ജനങ്ങൾ അല്ലെങ്കിൽ ഈ കുടുംബമോ നാട്ടുകാരോ ഒന്നും അവരുടെ ആവശ്യത്തിൽ നിന്നും ഒരടി മുന്നോട്ടേക്ക് പോകാൻ തയ്യാറായിട്ടില്ല. കാരണം അവർ കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. അവരുടെ ജനജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ട് ഇവിടുത്തെ കാട്ടാനയും കാട്ടുപോത്തും ഒക്കെ അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പരാതികൾ ഭരണകൂടത്തിന് നൽകിയിട്ടും അതിന് അനുകൂലമായ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് വളരെ പ്രതിഷേധത്തിൽ തന്നെയാണ് നാട്ടുകാര്. നേരത്തെ തന്നെ തുടങ്ങിയ പ്രതിഷേധം വലിയ രീതിയിൽ വ്യാപിക്കുന്നു. താമരശ്ശേരി ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ഈ സമരം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികളുടെ ആലോചനാ യോഗവും അല്പസമയത്തിനകം തന്നെ അവിടെ നടക്കും. വിഷ്ണു, ഗോകുല, ഇത്തരത്തിൽ ആ പ്രതിഷേധം തുടരുമ്പോഴും ആ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഒരു ഭീതി ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. ഒരുപക്ഷെ ഏത് നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെടാം, ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകാം എന്നുള്ളൊരു ഭീതി ഇപ്പോഴും ജനങ്ങൾക്കിടയിലുണ്ട്. അങ്ങനെയെങ്കിൽ നിലവിൽ ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ടോ? ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് ജനങ്ങളുടെ പരാതി. കാരണം ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ 4 തവണയൊക്കെ ഈ ഭാഗത്ത് കാട്ടുപോത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ കൊല്ലപ്പെട്ട എബ്രഹാം തന്നെ 2 ദിവസം മുമ്പ് തന്റെ കൃഷിയിടത്തിൽ വെച്ച് ഒന്നിലധികം കാട്ടുപോത്തുകളെ കണ്ടതായിട്ട് തന്റെ സുഹൃത്തുക്കളോടും മറ്റും പറഞ്ഞതായിട്ടും അറിവുണ്ട്. ഈ സാഹചര്യത്തിൽ സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ സ്കൂളുകൾക്ക് അവധിയാണ്. ഈ പരീക്ഷകളൊക്കെ ആരംഭിച്ച സമയത്ത് എത്ര നാളെങ്കിലും അവധി കൊടുത്തും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചും ഒക്കെ എത്ര നാൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റും എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അതൊക്കെ ഒരു താൽക്കാലിക സംവിധാനം മാത്രമല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടത് ഈ ജാഗ്രതാ നിർദ്ദേശമോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല, ശാശ്വതമായ പരിഹാരമാണ്. കാരണം മാസങ്ങളോളമായി ആ മേഖലയിൽ ഈ കൂരാച്ചുണ്ട് കക്കയം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഈ കാട്ടുപോത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു 1.5 മാസം മുമ്പാണ് എറണാകുളത്ത് നിന്ന് വന്ന വിനോദസഞ്ചാരികളായ അമ്മയെയും മകളെയും
കാട്ടുപോത്ത് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിരുന്നു. ആ സമയത്ത് 15 ദിവസത്തോളം കക്കയം ടൂറിസ്റ്റ് കേന്ദ്രം അടച്ചിടുകയും പിന്നീട് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കാട്ടുപോത്ത് ഈ പ്രദേശത്തിലേക്ക് വരുന്നതിന് തടയാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്ന ഒരു നടപടിയും ഈ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. ആ പരാതിയാണ് ഇപ്പോൾ ജനങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഇനിയും ഈ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ, എന്തെങ്കിലും താൽക്കാലിക പരിഹാരം കണ്ട് അടങ്ങിയിരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഇനിയും ആവർത്തിക്കാമെന്ന പേടി ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം വലിയ രീതിയിൽ അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, വ്യാപിപ്പിക്കുന്നത്. വിഷ്ണു, വ്യക്തമാണ്. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ശക്തമായ നിലപാട് ഉന്നയിക്കുകയാണ് നാട്ടുകാർ. തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി താമരശ്ശേരി ബിഷപ്പ് കർഷക സംഘടനാ നേതാക്കളുമായും ചർച്ചയും നടത്തും. ഗോകുലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.